ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾക്ക് പ്രിയപ്പെട്ട പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ദോശമാവ് ചേർക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. പഴംപൊരിക്കുള്ള മാവ് പെട്ടെന്ന് പുളിച്ച് പഴംപൊരി സോഫ്റ്റും ക്രിസ്പിയും ആകാൻ വേണ്ടിയിട്ടാണ് ദോശമാവ് ചേർക്കുന്നത്. ഇത് ചേർക്കുന്നതുകൊണ്ട് ബേക്കിംഗ് സോഡ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ മാവ് അധികം തിക്കാകാനോ ലൂസാകാനോ പാടില്ല. മീഡിയം തിക്ക് ബാറ്ററാണ് ഇതിന് വേണ്ടത്. ഇതിനി കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മാവിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പഴം ഇതിൽ മുക്കിയെടുക്കുമ്പോൾ മാവ് കുറച്ചേ പറ്റിപ്പിടിക്കുകയുള്ളൂ. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇനി ഈ പഴംപൊരിക്ക് കളറ് കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടി നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. ഇതിന് തോല് കളഞ്ഞ് നടുക മുറിച്ച് 3 കനം കുറഞ്ഞ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് ഒരു തുള്ളി മാവ് ഒഴിച്ചാൽ അത് പെട്ടെന്ന് അടിയിലേക്ക് താണ് മുകളിലേക്ക് പൊന്തി വരികയാണെങ്കിൽ എണ്ണ ചൂടായൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി പഴംപൊരി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി നേരത്തെ മുറിച്ച് വെച്ച പഴക്കഷ്ണങ്ങൾ മാവിൽ മുക്കി ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കാം. പഴംപൊരി തയ്യാറാക്കുമ്പോൾ എണ്ണ എപ്പോഴും മീഡിയം ചൂടാകാൻ ശ്രദ്ധിക്കണം. എണ്ണ ചൂട് കൂടുതലായാൽ പഴംപൊരിയുടെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞ് ഉൾഭാഗം വേകാതെ ആവും. എണ്ണ ചൂട് കുറവാണെങ്കിൽ പഴംപൊരി കൂടുതൽ ഓയിൽ വലിച്ചെടുക്കുകയും ചെയ്യും. ഇതിൻ്റെ കളറ് മാറി വരാൻ തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്ക് തിരിച്ചും മറിച്ചുമിട്ട് ലൈറ്റ് ഗോൾഡൻ കളറാകാൻ തുടങ്ങുമ്പോൾ ഇത് കോരിയെടുക്കാം. ഇപ്പോൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം. കേരളത്തിൻ്റെ സ്വന്തം സ്നാക്കായ ഈ പഴംപൊരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.